ഹായ് ഫ്രണ്ട്സ്, ആഫ്രിക്കയിൽ ഞാൻ താമസിക്കുന്ന താക്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഗാനയുടെ ക്യാപിറ്റലായ അക്രയിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഈ വീഡിയോ. ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ട്രാവൽ ചെയ്താലാണ് അക്രയിലെത്തുക. അപ്പം ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടു. 8 മണിക്ക് പുറപ്പെട്ടതാണ്. പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഈ ആഫ്രിക്കയിൽ ജോലി എന്ന് പറഞ്ഞാൽ മിക്കവരുടെയും പ്രശ്നം ട്രാവലിംഗ് ആണ്. കാരണം ഇവരുടെ ഏതെങ്കിലും ഒരു മെയിൻ സിറ്റിയിലായിരിക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ 1 വർഷത്തെ വിസ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ എടുക്കണം, പാസ്പോർട്ട് എമിഗ്രേഷനിൽ കൊടുക്കണം. എമിഗ്രേഷനിൽ അതിൻ്റെ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു ദിവസം മുന്നെയാണ് പുറപ്പെടുന്നത്. നാളെയാണ് രാവിലെയാണ് എനിക്ക് പോകേണ്ടത്. തലേ ദിവസം അവിടെ പോയി അവിടെ ഹോട്ടലിൽ താമസിച്ച് അടുത്ത ദിവസം രാവിലെ മെഡിക്കൽ എടുക്കാനാണ് പ്ലാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറപ്പെട്ടത്. പുറപ്പെടുന്നതിന് മുന്നേ ഞാൻ ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പോയിട്ടുള്ളതാണെങ്കിലും ഇതുവരെ ഞാൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കറക്റ്റ് നോക്കിയിട്ടില്ല. ഈ കാണുന്നതെല്ലാം പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ ടൗണുകളാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി ടൗണുകൾ ഇങ്ങനെ ചെറുതായിട്ട് ക്രോസ് ചെയ്ത് പോകണം. ഇപ്പോൾ ഏകദേശം ട്രാവൽ ചെയ്ത് ഞങ്ങൾ കേപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. പകുതി ദൂരം ട്രാവൽ ചെയ്തു. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള വഴികൾ തപ്പുകയാണ്. ഈ കേപ്പ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പണ്ട് അടിമകളാക്കിയിട്ട് ആൾക്കാരെ കൊണ്ടുവന്നൊരു കോട്ടയിൽ അടച്ച് ഇവിടുന്ന് പോർച്ചുഗീസുകാരൊക്കെ കപ്പൽ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ആ ഒരു കോട്ടയൊക്കെ ഉണ്ട്. എനിക്ക് എന്തായാലും ഇന്ന് കയറി കാണാനുള്ള സമയമില്ല. പിന്നീട് ഒരു ദിവസം അതെല്ലാം കയറി കാണുന്നതായിരിക്കും. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഫുഡ് റെഡിയാവാൻ 15 മിനിറ്റ് കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം എല്ലാം കറങ്ങി കാണാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് കേപ്പ് കോസ്റ്റ് കാസ്റ്റിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണെന്ന് അറിഞ്ഞത്. എന്നാൽ അവിടം വരെ ഒന്ന് പോകാമെന്ന് കരുതി. ഈ കേപ്പ് കോസ്റ്റ് കാസ്റ്റിൽ എന്ന് പറയുന്നത് ആഫ്രിക്ക ഗാനയിലുള്ള ആൾക്കാരെ പോർച്ചുഗീസുകാരെ അടിമകളാക്കി കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ച് ഇവിടെ നിന്നായിരുന്നു കപ്പലിൽ കയറ്റി അയച്ചുകൊണ്ടിരുന്നത് അവരുടെ രാജ്യങ്ങളിലേക്ക്. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഈ സ്ഥലത്തിന് അവരിട്ടിരിക്കുന്ന പേര് ഗേറ്റ് ഓഫ് നോ റിട്ടേൺ എന്നാണ്. അതായത് തിരിച്ചു വരവില്ലാത്ത കവാടം. ഇവിടുന്നാണ് അടിമകളെല്ലാം കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള സമയവും വീഡിയോ പിടിക്കാനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് നിന്ന് കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോന്നു. മറ്റൊരു ദിവസം ഇതിനു വേണ്ടി മാത്രം വന്ന് വീഡിയോ പിടിക്കണം എന്നാണ് ആഗ്രഹം. ഈ കാണുന്ന പള്ളി 1838 പണി കഴിപ്പിച്ചായിരുന്നു കേട്ടോ. ഉച്ച വരെ ഇത് ഓപ്പൺ ആയിരുന്നു. 1 മണിക്ക് അവർ ക്ലോസ് ചെയ്തു. ഇനി 4 മണിക്കേ തുറക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ കേപ്പ് കോസ്റ്റ് കാസ്റ്റിൽ എന്ന് പറഞ്ഞത് അത് 1653 ഈ ആൾക്കാരെ അടിമകളാക്കി പാർപ്പിക്കാനും കയറ്റിവിടാനും വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചതാണ്. ഈ പള്ളീൻ്റെ തന്നെ ചുറ്റുവട്ടത്ത് തന്നെ ഒറ്റ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് 3-4 ചർച്ചുകൾ കാണാം. കാരണം പോർച്ചുഗീസുകാർ പണ്ട് പണി കഴിപ്പിച്ച പള്ളികളാണ് ഇതൊക്കെ. ഞാൻ ഈ ഫുഡ് ഓർഡർ ചെയ്തത് തൊട്ടടുത്ത് ഈ പള്ളീൻ്റെ തൊട്ടടുത്ത് വന്നതുകൊണ്ടാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞത്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ വശത്തേക്ക് കയറി വരുന്നത്. ഇല്ലെങ്കിൽ മെയിൻ റോഡ് വഴി നേരെ അങ്ങ് അക്കരയ്ക്ക് പോകത്തേ ഉള്ളൂ. ഫുഡ് റെഡിയായെന്ന് പറഞ്ഞ് അവർ വിളിച്ചതുകൊണ്ട് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ചു വന്നു കേട്ടോ. പുറത്ത് പോകുമ്പോൾ ആഫ്രിക്കയിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഫുഡാണ്. കാരണം നമുക്ക് പറ്റിയ ഫുഡ് എല്ലായിടത്തും നമുക്ക് കിട്ടില്ല. ഇതിപ്പോൾ കേപ്പ് കോസ്റ്റ് അത്യാവശ്യം വലിയൊരു ടൗണും സിറ്റി ആയതുകൊണ്ട് ഇവിടെ KFC ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ KFC ആണ് കഴിക്കാറ്. ഇന്ന് KFC കഴിക്കാൻ തീരെ മൂഡില്ല, ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഈ ഹോട്ടൽ കണ്ടുപിടിച്ചത്. ഇത് ടൂറിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡ് ഒന്നേ ഉള്ളൂ, മീൻ ചുട്ടത്, അതായത് നമ്മൾ ബാർബിക്യൂ ചെയ്ത ഫിഷ് തിലോപ്പിയ, അതും പിന്നെ ഫ്രൈഡ് റൈസും. വേറെ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാൻ അങ്ങനെ പരീക്ഷിക്കാനുള്ള താല്പര്യമില്ല. നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഫുഡൊക്കെ മേടിച്ച് ട്രൈ ചെയ്യുന്ന പോലെ അല്ലല്ലോ ട്രാവൽ ചെയ്യുമ്പോൾ. വയറിന് പിടിച്ചില്ലെങ്കിൽ പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ്. ഒരു മീൻ തന്നെ വലിയ മീനാണ് കേട്ടോ, തിലോപ്പിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ്, പിന്നെ കുറച്ച് എരിവുള്ള ഈ പച്ചമുളകൊക്കെ അരച്ച പോലത്തെ ഒരു ഇതും. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ടേസ്റ്റൊക്കെ നമ്മൾ സാധാരണ ബാർബിക്യൂ ചെയ്യുന്ന പോലെ തന്നെ, ഓവർ മസാലയൊന്നുമില്ല, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തുടങ്ങിയപ്പോൾ എങ്ങനെ ഇരുന്നാൽ കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി വേസ്റ്റില്ല, മുള്ളു മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം അടിച്ചു തീർത്ത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം വൈകുന്നേരം 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അക്രയിലെത്തി. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എമ്പുരാൻ കാണണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അക്രയിൽ മാത്രമേ ഞങ്ങൾക്ക് സിനിമ കാണാനുള്ള തിയേറ്റർ ഉള്ളൂ മാളുകളിൽ. അപ്പോൾ എമ്പുരാൻ കാണുന്നതിനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അക്ര എത്താനായപ്പോഴത്തേക്കും ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഹിന്ദി മാത്രമേ ഉള്ളൂ. അതും 4 മണിക്കും 6 മണിക്കാണ്. 6 മണിക്ക് മുന്നേ എത്തുമായിരുന്നു, പക്ഷേ എന്നാലും ഹിന്ദി കാണാൻ എനിക്കൊരു വലിയ മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഹിന്ദി കണ്ടില്ല. ഞങ്ങൾ പിന്നെ എങ്ങനെയെങ്കിലും സമയം കളയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാളിൽ കയറി ചുമ്മാ ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി
ദുബായിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ മാളുകൾ പോലെ തന്നെ കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീനും നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ ചുമ്മാ വെറുതെ ഓരോരോ പ്രോഡക്റ്റൊക്കെ പോയി നോക്കി, വിലയൊക്കെ നോക്കി, സമയം കളയാൻ വേണ്ടിയിട്ട്. കാരണം നേരെ ഹോട്ടലിലേക്ക് പോയിട്ട് പിന്നെ എന്ത് ചെയ്യാനോ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് വെറുതെ സമയം കളയാൻ വേണ്ടി ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ. ഓരോ ഇലക്ട്രോണിക്സിൻ്റെ വിലയും കാര്യങ്ങളും, സാധനങ്ങളൊന്നും മേടിച്ചില്ല, അതിനൊക്കെ ഭയങ്കര പൈസയാണ് നമ്മുടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം. അതൊന്നും നമുക്ക് മുതലാവില്ല, പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മെല്ലെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ ചെന്ന് റൂമിൽ ചെന്ന ഉടനെ ഒരു ചായ ഇട്ട് കുടിച്ചു. നമുക്ക് പുറത്തൊന്നും അങ്ങനെ ചായ കിട്ടാറില്ല. ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് നേരെ കുളിച്ച് ഫ്രഷായി നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു ബീർ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വണ്ടി എടുത്ത് ദൂരെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കൊന്നും പോയില്ല. തൊട്ടടുത്ത് തന്നെ നടന്നു പോകാൻ പറ്റുന്ന ഒരു ഗാനിയൻ ഷോപ്പിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെയാണെങ്കിൽ ഫുട്ബോൾ മാച്ച് നടക്കുന്നത് 2 TV വെച്ചിട്ട് 2 ലൈവ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ആൾക്കാരെല്ലാം ഉണ്ട്, ഇവരെല്ലാം കളി കാണാൻ വന്നവരാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തു. ഉച്ചയ്ക്ക് കഴിച്ച അതേ ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ഇച്ചിരി കൂടെ വിലക്കുറവാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയതുണ്ടായിരുന്നില്ല. ഇവിടെ കൈ കഴുകാനുള്ള പാത്രം കൊണ്ടുതരുന്ന എല്ലാ ഹോട്ടലിലും ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഒരു പാത്രവും ഒരു ലിക്വിഡും കൊണ്ടുതരും, നമ്മൾ കൈ കഴുകുന്ന അവിടെ നിന്ന് തന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ ഹോട്ടലിൽ പോയി കടന്നുറങ്ങി. രാവിലെ തന്നെ എഴുന്നേറ്റ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഉണ്ടായിരുന്നു. കുളിച്ച് ഫ്രഷായി വന്ന് 8 മണിയായപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. സോസേജ്, ഒരു ഓംലേറ്റ്, പിന്നെ വെജിറ്റബിൾ എന്തൊക്കെയോ കൊള്ളാം, ഒരു കോഫി. അതായത് ഫ്രീ ആയതുകൊണ്ട് പിന്നെ കളയാനും പറ്റിയില്ല, അതുകൊണ്ട് അത് കഴിച്ചു. അപ്പോൾ ഇനി നേരെ മെഡിക്കൽ എടുക്കാൻ പോവാണ്. ഇന്നലെ 328 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ 0 ആക്കിയതാണ്. ഇന്നലെ രാത്രി ചെറിയൊരു തുള്ളിമഴയൊക്കെ ഉണ്ടായിരുന്നു. സമയം രാവിലെ 8:15 ഒരു അരമണിക്കൂർ ഡ്രൈവ്. ഞങ്ങൾ നേരെ എമിഗ്രേഷൻ എത്തി. എമിഗ്രേഷനിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും കൊടുത്ത് പാസ്പോർട്ടൊക്കെ കൊടുത്തു. ഞാൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവരെല്ലാവരും ചോദിക്കുക, നീ ഇന്ത്യൻ ആയിട്ട് എന്താ നിൻ്റെ നെറ്റിയിലും പൊട്ടും കയ്യിൽ ചരടൊന്നും ഇല്ലാത്തത്? കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് അവരെല്ലാവരും അങ്ങനെ വരുന്നതുകൊണ്ടാണ് അവർ ഇന്ത്യൻസ് എല്ലാം അങ്ങനെയാണെന്നാണ് അവർ കരുതി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങളിവിടെ വന്നാൽ അവിടെ പോയി ഫുഡ് കഴിക്കാറ്. അവിടെ പോയി ഫുഡ് കഴിച്ചു. രാവിലെ കഴിച്ചത് വെറും ഓംലേറ്റും ഒരു സോസേജും മാത്രമായതുകൊണ്ട് ഇനി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കേപ്പ് കോസ്റ്റിൽ മാത്രമേ ഫുഡ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ താക്കുക. പോകുന്നിടത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഫുഡ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അവിടെ വരെ പോകണമെങ്കിൽ അപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലും നല്ലോണം കഴിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഇന്ത്യൻ ഷോപ്പ് ഇവിടെയാണ്, ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കുക. അക്രയിൽ വരുമ്പോൾ ഇവിടെ നിന്ന് മേടിക്കും. പിന്നെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് സാധനം തീരുവാണെങ്കിൽ പറയുവാണെങ്കിൽ ഇവർ ടാക്സിയിൽ കൊടുത്തു വിടും. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ കുറേ ആവശ്യമുള്ള ഏകദേശം ഒരു 1.5 മാസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, എല്ലാ ഷോപ്പിലും കള്ള് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെല്ലാം ബ്രാൻഡിയൊക്കെ എല്ലാ സാധാരണ ഗ്രോസറികളിലും ഉണ്ടാവും. അതിനുശേഷം പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ വന്ന അവനെന്തൊക്കെയോ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റോഡ് സൈഡിൽ ഇറക്കി നിർത്തിയിട്ട് അവൻ മേടിക്കാൻ പോയി. കുറേ നേരം പോസ്റ്റാക്കി. ഞാൻ ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് അവൻ തിരിച്ചു വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഒരാൾ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരാൾ നിന്നിട്ടാണ് പോകുന്നത്. അവിടെ അയാൾ എന്തോ വേറെന്തോ വെച്ച് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവൻ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു മലയാളി ചേട്ടനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ വീട്ടിൽ പോയി. ആ ചേട്ടൻ്റെ വീടാണിത്. ഒരു കോമ്പൗണ്ട് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് മാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളി ചേട്ടനാണ്. ആ ചേട്ടനെ കണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇനി നേരെ താക്കുക. വേറെ ഒരു പരിപാടിയും ഞങ്ങൾക്കില്ല. ഇവിടുന്ന് പോകുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നു. കുറേ സ്ഥലത്ത് റോഡില്ല. അതുകൊണ്ട് ഭയങ്കര പൊടിയും മണ്ണും ഒക്കെയാണ്. അങ്ങനെ ഈ കാണുന്ന സ്ഥലമാണ് ഉള്ളി മാർക്കറ്റ്, ഒണിയൻ മാർക്കറ്റ്. ഇവിടെ ഒണിയനാണ് ഇവിടുത്തെ മെയിൻ കച്ചവടം. ഈ കാണുന്നതല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഒത്തിരി ഓണിയനാണ് ഇവിടുത്തെ മെയിൻ. തക്കാളി ഇട്ട് കിട്ടും, പച്ചമുളകൊക്കെ കിട്ടും. പക്ഷേ ഓണിയൻ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഇവരുടെ എല്ലായിടത്തേക്കുള്ള ഓണിയൻ ഇവിടുന്ന് കയറ്റി വിടുന്നത്. അപ്പോൾ ഞങ്ങൾ അക്രയിൽ വരുന്ന സമയത്ത് ഇവിടുന്ന് ഓണിയൻ മേടിച്ചിട്ട് പോകും. നല്ല വിലക്കുറവിൽ കിട്ടും. അങ്ങനെ കുറച്ച് ഒണിയനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്തിട്ട് വീണ്ടും യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഈ ഗാനയിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. വണ്ടി ഇപ്പുറത്തൂടെ ഒരു ട്രക്ക് വന്നാൽ അതിൽ തട്ടി വേണേൽ മറിഞ്ഞു വീഴും. ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കേപ്പ് കോസ്റ്റ് എത്തി. കേപ്പ് കോസ്റ്റിൽ ഞങ്ങൾക്ക് ഇനിയിപ്പം നല്ല ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഞങ്ങൾ നേരെ KFC കഴിക്കാൻ കയറി. KFC കഴിക്കാൻ കയറിയപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന ആൾ KFCൻ്റെ മുതലാളിനെ പോലെ തന്നെ ഉള്ള ഒരാൾ ഈ ചേട്ടനാണ് കേട്ടോ. പുള്ളി കാണാതെ ഞാനൊരു വീഡിയോ വെറുതെ പിടിച്ചതാണ്. അങ്ങനെ KFC കഴിച്ചു. അവിടുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് ഈ കാടിൻ്റെയൊക്കെ സൈഡിൽ മാനിനെയും മുയലിനെയും ഗ്രാസ് കട്ടർ, എലി ഇതിനെയൊക്കെ കൊന്നിട്ട് ആൾക്കാർ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കും, വില പറയും. ഞാനത് വീഡിയോ പിടിക്കാൻ നോക്കിയപ്പോൾ അവർ ഒന്നെങ്കിൽ മേടിക്കണം അല്ലെങ്കിൽ പൈസ കൊടുത്താലേ വീഡിയോ പിടിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിലാണെങ്കിൽ 200 CD ഉണ്ടായിരുന്നുള്ളൂ, ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. അവരുടെ കയ്യിലും ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ ആ വീഡിയോ എല്ലാം അങ്ങനത്തെ മാക്സിമം പിടിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം
അവിടുന്ന് 3 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഏകദേശം ഞങ്ങളുടെ താക്കുവ ടൗൺ എത്താനായിട്ടുണ്ട്. താക്കുവ വന്നു കഴിയുമ്പോൾ താക്കുവ ഇച്ചിരി നല്ല വലിയ അത്യാവശ്യം നല്ല സിറ്റിയാണ്. അങ്ങോട്ടേക്കുള്ള റോഡുകളൊക്കെ വളരെ നല്ല റോഡുകളാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ താക്കുവ എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം 650 കിലോമീറ്ററോളം ആകാനായിട്ടുണ്ട്. ഞങ്ങൾ സമയം 9:50 ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തുവാണ്. അതായത് 2 ദിവസത്തെ യാത്രയാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം അങ്ങോട്ടേക്കും. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെ എത്തിയ സമയമാണ് 9:52, കിലോമീറ്റർ 680. അപ്പോൾ ഇനി മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.